ഒരിക്കൽ കൂടെ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പലയിടങ്ങളിലായി ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കും സ്നേഹത്തിനുമായി ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. ദൈവം നമ്മെ തന്റെ ദിവ്യ സമാധാനത്തിൽ പിന്നെയും കാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം വായിച്ചു കേട്ട വേദഭാഗം നമ്മൾ ഇന്നലെ മനനം ചെയ്യാൻ ആരംഭിച്ചതാണ്. നമുക്ക് വളരെ പരിചിതവുമായ വേദഭാഗമാണ്. അപ്പോസ്തലനായ യോഹന്നാന് ഉണ്ടായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. അവിടെ നാം കാണുന്നത് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ് ഓവർ ദെയർ. ഒരു വിചിത്രമായ സംഗതിയാണ് അവിടെ നടന്നത്. നാം അവിടെ കാണുന്നത് യോഹന്നാന് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ദൂതനെ വീണ് നമസ്കരിക്കുവാൻ യോഹന്നാൻ തുടങ്ങി. വീണ് നമസ്കരിച്ചു എന്നാണ് നാം കാണുന്നത്. വീണ് നമസ്കരിക്കുക എന്നതാണ് ആരാധന. അപ്പം ഇവിടെ ദൂതനെ യോഹന്നാൻ ആരാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. And I fell at his feet to worship him. നാം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ തേജോമയനായ ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യങ്ങളിൽ 24 മൂപ്പന്മാർ സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കുമ്പിട്ട് നമസ്കരിക്കുന്നത് കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ ഈ പറഞ്ഞതുപോലെ വീണ് നമസ്കരിക്കുന്നതും നമുക്ക് കാണാം. അവിടങ്ങളിലൊന്നും വിലക്കുകളില്ല. No bans, no prohibitions, no restrictions. In chapter 1, chapter 4, chapter 5, where John fell down at the feet of glorified Jesus in 1, and the 24 elders fell down and worshipped the one who was enthroned in the middle. And in chapter 5, when the entire creation fell down, including angels and the 24 elders before the Lamb of God, all these were permitted. ഇതെല്ലാം ഇവിടങ്ങളിലെല്ലാം ഉള്ള ആരാധനകൾ, കുമ്പിടിയിലുകൾ, വീണ് നമസ്കരിക്കുന്നത് അനുവദനീയമായിരുന്നു. അവിടങ്ങളെങ്കും വിലക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ദൂതനെ വീണ് നമസ്കരിക്കുന്ന സമയത്ത് ദൂതൻ തന്നെ, ദൈവം പ്രത്യേകിച്ച് അവിടെ വിലക്കുന്നില്ല, അതിനു മുമ്പ് തന്നെ ദൂതൻ തന്നെ യോഹന്നാനെ വിലക്കുന്നു. Chapter 22 verses 8 and 9, 22-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ആവർത്തനമാണ്
നാം ഇവിടെ കാണുന്നത്. ഈ രണ്ടിടത്തും യോഹന്നാൻ ദൂതനെ നമസ്കരിക്കുന്നു, കുമ്പിടുന്നു. എന്നാൽ ഈ രണ്ടിടത്തും യോഹന്നാനെ ദൂതൻ ശാസിക്കുന്നു. 21:17, 21:17. He also measured its wall by human measurement, which was also an angel's measurement. Human's measurement, also an angel's measurement. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ. ഇവിടെ കണ്ടോ, ദൂതനെയും മനുഷ്യനെയും ഒരേ നിലയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 3 വാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് വിശേഷാൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പഠിച്ചത്, ഇവിടെ യോഹന്നാന് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൂതൻ മീഖായേൽ, ഗബ്രിയേൽ തുടങ്ങിയ ദൈവദൂതന്മാരുടെ ഗണത്തിൽ പെട്ട ആളായിരിക്കാൻ സാധ്യതയില്ല എന്ന്. ഇവിടെ കണ്ടോ, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന്. ഏത് ദൂതന്റെ അളവാ ഇവിടെ പറയുന്നത്? ഇവിടെ ഏത് ദൂതനെ അളക്കുന്നത്? അതെ, യോഹന്നാന്റെ സഹായിയായി യോഹന്നാന് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കൂടെ നിൽക്കുന്ന ദൂതനാണ് ഈ പുതിയ നഗരത്തെ അളക്കുന്നത്. ആ അളവിനെ ദൂതന്റെ അളവ്, മനുഷ്യന്റെ അളവ് എന്ന നിലയിൽ ഒരേപോലെ കാണിക്കുന്നു. അപ്പോൾ ഈ ദൂതൻ ഒരു മനുഷ്യൻ തന്നെ എന്നത് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാം. കൂടാതെ 19:10, 22:8-9 വെച്ച് അവിടെ പറയുന്നു ഞാൻ ആരാണെന്ന്. ദൂതൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ ദൂതൻ പറയുന്നത്? ഞാൻ നിന്റെ സഹോദരനാണ്. 2, നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ സഹഭൃത്യനാണ്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെയും സഹഭൃത്യൻ. സഹ എന്ന് പറഞ്ഞാൽ തത്തുല്യമായവരെന്നാണ്. Co-equal in everything. So this angel, the so-called angel here, is identifying himself along with John, other prophets, and all other saints who follow the words of this prophecy. And he identifies himself with a fellow being with us. And therefore, he also could be a man, not such an angel whom we often call a heavenly angel. ഒരു സ്വർഗീയ ദൂതൻ എന്ന് നമ്മൾ വിളിക്കാറുള്ള ഒരു ദൂതനിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇദ്ദേഹത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെയും മറ്റ് പ്രവാചകന്മാരുടെയും ദൈവവചനം പ്രമാണിക്കുന്ന ഏവരുടെയും കൂട്ടത്തിൽ ഒരാളായിട്ടാണ് ഈ ദൂതൻ
തന്നെ തന്നെ യോഹന്നാന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വേദപണ്ഡിതാക്കൾ ചിന്തിക്കുന്നത് ഈ രണ്ട് കാരണങ്ങളാൽ 21 അധ്യായത്തിന്റെ 17 വാക്യവും 19-ന്റെ 10-ഉം 22-ന്റെ 8-9 വെച്ച് ഇദ്ദേഹം ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നില്ലാതിരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒന്ന് പറയുന്നു. പഴയ നിയമ പ്രവാചകന്മാരിൽ ഉയർത്തെഴുന്നേറ്റ ആരോ ആയിരിക്കാം ഇത് എന്നതാണ് കൂടുതൽ സാധ്യത. So this angel could be a resurrected or one of the resurrected Old Testament saints, one of the resurrected Old Testament prophets. Because we know from Matthew 27:42 following, during the crucifixion of Christ and resurrection of Jesus, many of the Old Testament saints' tombs were opened and they left their tombs and manifested to the people in the holy city, means Jerusalem. നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള വസ്തുതയാണല്ലോ അത്. പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരുടെയും കല്ലറകൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് തുറന്നതായിട്ടും യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവർ കല്ലറകളെ വിട്ടതായും വിശുദ്ധ നഗരത്തിൽ പലർക്കും അവര് പ്രത്യക്ഷരായതായും നാം കാണുന്നു. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാം, യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത സമയത്ത് ഇവരും കർത്താവിനോട് കൂടെ പോയിട്ടുണ്ടാകും. പ്രത്യേകമായ നിയോഗങ്ങൾ, പ്രത്യേകമായ ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട് അവർ ഭൂമിയിലേക്ക് അയക്കപ്പെടുവാനും ആർക്കെങ്കിലുമൊക്കെ പ്രത്യക്ഷരാകുവാനും ഒക്കെ സാധ്യത ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാരിൽ ഉയർത്തെഴുന്നേറ്റ ഏതോ ഒരു പ്രവാചകനാണ് ഈ ദൂതൻ യോഹന്നാന് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തത് എന്ന അനുമാനത്തിന് സാധ്യത ഏറെയാണ്. ഉപദേശമായിട്ടൊന്നും ആരും എടുക്കണ്ട, അതൊരു സാധ്യതയായിട്ട് കൈക്കൊണ്ടാൽ മതി. അത് ആണെന്നോ അല്ലെന്നോ കരുതിയാൽ അത് നിത്യതയെ ബാധിക്കുന്ന ഉപദേശവും അല്ലാത്തത് കൊണ്ട് അർഹിക്കുന്ന പ്രാധാന്യം മാത്രം അതിന് കൊടുത്താൽ മതി. ഒരു പഠന വിഷയത്തിൽ അത് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അതിന് പ്രസക്തിയില്ല. ഏതായാലും ഈ ദൂതൻ ഒരു ദൈവ സൃഷ്ടിയാണ്. ഈ ദൂതൻ ദൈവമല്ല, പിതൃ പുത്ര പരിശുദ്ധാത്മാവിൽ ഉൾപ്പെട്ടയാളല്ല ഇദ്ദേഹം. ഇനിയും ഒരു യഥാർത്ഥ സ്വർഗദൂതനായാലും അല്ല, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരിൽ ഒരാളായാലും ആള് സൃഷ്ടി തന്നെ. ഈ സൃഷ്ടിയെ കുമ്പിടാനോ ആരാധിക്കുവാനോ വ്യവസ്ഥയില്ല. ആരാധനയ്ക്ക് ഏക യോഗ്യൻ ദൈവം മാത്രം. ആ കാര്യമാണ് ഈ രണ്ട് വാക്യങ്ങളിലും 19-ന്റെ 10-ലും 22-ന്റെ 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നിശ്ചയമില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ കർത്താവ് ഇങ്ങനെ ഈ ഒരു പാഠത്തിലൂടെ ദൈവസഭാംഗങ്ങളെയും യഹൂദ സഭയെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരു തരത്തിലും സൃഷ്ടികളെ ആരാധിച്ചുകൂടാ. എത്ര ശ്രേഷ്ഠന്മാരായ ദൂതന്മാരായാൽ പോലും ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് ഏക യോഗ്യൻ ദൈവം മാത്രം.
കാരണം യഹൂദ മതത്തിൽ നിന്നുമൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് യഹൂദ ക്രിസ്ത്യാനികളുടെ അകത്ത് എവിടെയോ മറഞ്ഞു കിടക്കുക കൂടെ ചെയ്ത ഒരു കാര്യമായിരുന്നു ദൂതാരാധന എന്ന്. അതിനെയും കൂടെ ഇവിടെ ഖണ്ഡിക്കുന്നതിന് ദൈവം ഈ അവസരത്തെ ഉപയോഗിക്കുന്നു എന്ന ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. കൂടാതെ ആ സമയങ്ങളിൽ ചക്രവർത്തി ആരാധനയും നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. Emperor worship was practiced during those times. അതും ഈ വിഷയത്തിലൂടെ ഖണ്ഡിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പം ഏതായാലും ആരെയും ദൈവമല്ലാതെ ആരെയും തന്നെ ആരാധിക്കരുത് എന്ന ആഴമേറിയ ദൃഢമേറിയ സത്യം ഇവിടെ വെളിപ്പെടുത്തും. ആരാധന എന്താണെന്നും എന്തല്ലെന്നും ഒക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിരുന്നതാണ്. ഈ അധ്യായത്തിൽ വെച്ച് തന്നെ നമ്മൾ പഠിച്ചത് കൊണ്ട് അതിന്റെ ആവർത്തനത്തിലേക്കും ഞാനും മുതിരുന്നില്ല. അതാണ് നാം ഇവിടെ കാണുന്നത്. പക്ഷേ കൊലോസ് ലേഖനം 2:18 ദൂതന്മാരെ ആരാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നതും ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നതിലും തെറ്റില്ല. Colossians 2:18 താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങൾ വിരുതി തെറ്റിക്കരുത്. കൊലോസിയ സഭയോട് പൗലോസ് പറയുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, ചില വേദപണ്ഡിതാക്കൾ കൊലോസ് ലേഖനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നത്, the Colossian church had a serious threat from a particular virus which is often called the JG virus. J stands for Judaism, G for Gnosticism. So the Colossian church encountered a danger, a threat from Judaistic and Gnostic theories. കൊലോസ്യ സഭ നേരിട്ട ഒരു ഭീഷണിയായിരുന്നു JG വൈറസ് എന്ന് വെച്ചാൽ യഹൂദ മതാനുസാരത്തിന്റെയും നോസ്റ്റിസിസം ജ്ഞാനവാദത്തിന്റെയും ഭീഷണികൾ. യഹൂദവാദം, ജ്ഞാനവാദം, ഈ രണ്ട് ഭീഷണികൾ ക്രൈസ്തവ സഭ നേരിട്ടപ്പോൾ, പ്രത്യേകിച്ച് കൊലോസ്യയും പരിസര പ്രദേശങ്ങളും അതിന്റെ പിടിയിൽ അമർന്നപ്പോൾ പൗലോസ് അവർക്ക് എഴുതിയതാ. അതിലൊരു കാര്യമാണ് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ. ചിലപ്പോൾ ഇതും ഈ വെളിപ്പാട് 19:10, 22:8-9 ബന്ധപ്പെട്ടിരിക്കുന്നു. യഹൂദ മതത്തിൽ നിന്നും മറ്റും വിശ്വാസത്തിലേക്ക് വന്നവർക്ക് മുമ്പ് പറഞ്ഞതുപോലെ ദൂതന്മാർ ഒരു പ്രത്യേക ആരാധനയോ ബഹുമാനമോ ആദരവോ ഒക്കെ അർഹിക്കുന്നവരായി കണക്കാക്കപ്പെട്ടിരുന്നു. ആ വിഷയങ്ങളുടെ ഒരു ഖണ്ഡനം എന്ന നിലയിൽ നമുക്കിവിടെ ഇതിനെ കാണാം. ഏതായാലും ഇനി ഈ പറഞ്ഞതൊന്നും അല്ല കാരണമെങ്കിൽ പോലും മറ്റൊരു വസ്തുത നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, the vulnerability of any saint, even in his highest peak of spirituality. The fallibility of any saint, even in the highest peak of his spiritual experiences.
ഒരു ആത്മീയന്റെ വീണു പോകുവാനുള്ള സാധ്യതയെയാണ് ഇവിടെ യോഹന്നാന്റെ ഈ പരാജയത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. നോക്കൂ, യോഹന്നാന്റെ എക്സ്പീരിയൻസ്, അനുഭവം വെച്ച്, യോഹന്നാന്റെ ആത്മീയത വെച്ച്, യോഹന്നാന്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത വെച്ചൊക്കെ ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ ഈ പ്രത്യേക സമയത്ത് യോഹന്നാൻ ഈ ദർശനം, ഈ വെളിപ്പാട് കിട്ടുന്ന സമയത്ത്, ഈ പുസ്തകം എഴുതുന്ന സമയത്ത് യോഹന്നാനോളം ആത്മീയ ഉന്നത നിലവാരം പുലർത്തുന്ന വേറെ ഒരാൾ ലോകത്തിലില്ല. ഇന്ന് നമ്മുടെ ആൾക്കാരും പലരും പറയുന്ന ഒരു പ്രയോഗമാണ് ആത്മീയ പൈതൃകം എന്നത്. എനിക്ക് ആ വാക്കിനോട് അത്ര യോജിപ്പില്ല. നമ്മൾ ഈ വിധമായ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഒന്നും വിശ്വസിക്കുന്നവരും പുകഴുന്നവരുമല്ല. ആക്ഷേപമായിട്ട് ചിലത് ഉന്നയിക്കും. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ തിമോത്തിയോസിന്റെ വല്യമ്മച്ചിയുടെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ആ വിശ്വാസം അവരിലേക്ക് കൈമാറി വന്ന കാര്യമാണ് പറഞ്ഞത്. വല്യമ്മച്ചിയിലും അമ്മയിലുമൊക്കെ കണ്ട അതേ നിർവ്യാജ വിശ്വാസം എന്നിലുമുണ്ടെങ്കിൽ ആ പൈതൃകം തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ഇന്ന് പല പെന്തക്കോസ്ത് വിവാഹ വേദികളിലും ഞാൻ കേൾക്കാറുള്ള, എനിക്ക് വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണ്, നല്ല ആത്മീയ പൈതൃകമുള്ള വീട്ടിൽ നിന്നാണ് ഈ മോള് വരുന്നത്. ഒരു കഥയില്ല. എത്ര വലിയ ആത്മീയ പൈതൃകവും ഒരുവന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കണമെന്നില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ പൈതൃകം നേരെ തിരിച്ച. അതുകൊണ്ടെന്താ ഞാന് അതിലെ ലജ്ജിക്കുകയോ വല്ലതും വേണോ? എന്റെ അപ്പനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഉപദേശിയാകുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എന്റെ അറിവിൽ ഞാനാണ്. എനിക്ക് മുമ്പ് വേറൊരു ഉപദേശി, പെന്തക്കോസ്ത് ഉപദേശി, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, എൻ്റെ അമ്മയുടെയും അപ്പന്റെയും കുടുംബങ്ങളിൽ ആരും ഉണ്ടായിരുന്നു. എനിക്കൊരു പൈതൃകവും അവകാശപ്പെടാനില്ല. നമ്മിൽ പലരും അങ്ങനെയായിരിക്കാം. രണ്ടാം തലമുറയിലേക്ക് വരുമ്പോൾ മിക്കയിടങ്ങളിലും ആദ്യ തലമുറയിലെ വിശ്വാസവും തീക്ഷ്ണതയും ഒരു ആത്മീയ ദാഹവും ഒന്നും കാണപ്പെടുന്നില്ലെന്നുള്ളതുമാണ് സത്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ കേട്ടുകേൾവിയുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഒന്നാമത്തെ തലമുറ ദൈവത്തെ അനുഭവിച്ചു വന്നു, രണ്ടാമത്തെ തലമുറയിലേക്ക് വന്നപ്പം അനുഭവം പോയിട്ട് വെറും അനുകരണം, ഇമിറ്റേഷൻ മാത്രമായി. മൂന്നാമത്തെ തലമുറ വന്നപ്പോഴേക്കും അത് ഒരു ആക്ടിങ്, ഒരു അഭിനയം മാത്രമായിട്ടും. അനുഭവം, അനുകരണം, അവിടെ നിന്നും അഭിനയം. ഇതാണ് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ മിക്കപ്പോഴും കാണുന്ന പൈതൃകം. ഇവിടെ അങ്ങനെയുള്ള പൈതൃകത്തിന്റെ സംഗതികളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതി ആ കാര്യങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഇവിടെ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ആത്മീയ അനുഭവത്തിന്റെ
ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരാളിന് പോലും എപ്പോൾ വേണമെങ്കിലും വീഴ്ച സംഭവിക്കാം. ഒരു മനുഷ്യനും ഒരാത്മീയനും ഇൻഫാലിബിൾ, അപ്രമാദിത്വമുള്ളവനല്ല, ഇന്നറന്റ് അല്ല, തെറ്റിക്കൂടായ്മ നമുക്കാർക്കുമില്ല. ഇവിടെ യോഹന്നാൻ ഇത്ര ഉന്നത നിലയിൽ നിൽക്കുമ്പോഴും അവൻ ഇത്തരം ഒരു കടുത്ത തെറ്റ് ചെയ്തു. വൈകാരികമായ ഒരു പ്രത്യേക സമയത്ത് അങ്ങ് സംഭവിച്ചു പോയതാകാം. എന്നാൽ അതിനെ ദൂതൻ ശാസിക്കുന്നു. യോഹന്നാൻ അത് അംഗീകരിക്കുന്നു. So the fallibility and inerrancy of man, even when he is on the peak of his spiritual experience. മറ്റൊരു നല്ല തെളിവാണ് അതിന് മാത്യു ചാപ്റ്റർ 16, മത്തായി 16-ാം അധ്യായം. Very important chapter. Verse number 16, the most important foundational, fundamental revelation and conviction of Jesus. മത്തായി 16:16 നമുക്ക് ഏവർക്കും അറിയാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറയാണത്. The declaration and the confession of who Jesus is. യേശു ക്രിസ്തു ആര് എന്ന അടിസ്ഥാനപരമായ പ്രഖ്യാപനമാണ് മത്തായി 16:16. ക്രിസ്തുവിനോട് പത്രോസ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായി, നമ്മുടെ ഒക്കെ പ്രതിനിധിയായി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്, യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. എല്ലായ്പ്പോഴും ഈ പ്രഖ്യാപനം, ക്രിസ്തുവിന്റെ ആളത്വത്തെ കുറിച്ചുള്ള ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. Who Jesus is. അടുത്ത വാക്യങ്ങളിൽ പറയുന്നു, 17ഉം 18ഉം വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ, ബർയോനാ ശിമോൻ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നു. What a great moment. Jesus acknowledging Peter, appreciating him. എത്ര വലിയ ഒരു സന്ദർഭമാണ്. എന്നിട്ട് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളൊന്നും ജയിക്കയില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട്, Christ again reveals God's eternal plan for Jesus as the sacrificial lamb on the cross. മശിഹയാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ഒക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തു ക്രൂശീകരണത്തിന്റെ ദൈവിക നിർണയത്തെ പറ്റിയും കൂടെ പറഞ്ഞു. ആത്മീയതയുടെ ഉയരങ്ങളിൽ നിൽക്കുന്ന പത്രോസ്
അതേ ഭാവത്തിൽ യേശുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി മാറ്റി നിന്നിട്ട് പറഞ്ഞു, എന്താ വൈ പറയുന്നേ, അത് നിനക്ക് ഭവിക്കരുതേ. ഏത് ഏത് ക്രൂശുമരണം, ക്രൂശീകരണം. കുറച്ചും കൂടെ ഇതേ പത്രോസിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളിലെ പ്രസംഗം വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലും തന്നെ. അതെ, അത് തന്നെ. ഈ പത്രോസ് തന്നെ ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. യേശു ക്രിസ്തുവായി ഭൂമിയിൽ അയക്കപ്പെട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ പത്രോസ് പറയുന്നു, ദൈവം തന്റെ മുന്നറിവിനാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് സ്തോത്രം, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. റഫറൻസും കൂടെ പറഞ്ഞേരെ, കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. 2:23. Acts 2:23 following. അവിടെ ഇതേ പത്രോസ് പറയുകയാണ് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച്. എന്താ? ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും, എന്ന് വെച്ചാൽ ദൈവം മാറ്റമില്ലാത്ത ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം. അതാണ് സ്ഥിര നിർണയം. നോ ചേഞ്ച് അറ്റ് ഓൾ. ഇറ്റേണൽ പർപ്പസ്. നോ ചേഞ്ച് അറ്റ് ഓൾ. മുന്നറിവ്, ഫോർ നോളജ് ഓർ പ്രീ നോളജ്. സ്തോത്രം. കൗൺസൽ ആൻഡ് പ്രീ നോളജ്, ഫോർ നോളജ്. It was God's counsel. That also God's eternal counsel. No change at all. No alteration at all. ഒരു മാറ്റവുമില്ലാത്ത സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് ക്രൂശിക്കപ്പെടാൻ വേണ്ടി അയച്ചു. അതിനുള്ള പടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ ശിഷ്യന്മാരോട് ആ കാര്യം പറയുമ്പോൾ യേശു ആരാണെന്ന ദൈവീക വെളിപ്പാട് പ്രഖ്യാപിച്ച അതേ പത്രോസ് അതേ സ്റ്റേജിൽ, അതേ വേദിയിൽ യേശുവിനോട് പറഞ്ഞു, നോ, അത് നിനക്ക് സംഭവിക്കരുത്. യേശു പത്രോസിനെ വിളിച്ചത് നമുക്കറിയാമല്ലോ, സംബോധന ചെയ്തത്. ഹൗ ഡിഡ് ജീസസ് അഡ്രസ് പീറ്റർ ദെൻ? സാത്താനെ. കണ്ടോ? ഈ രണ്ടിനും ഇടയിൽ എത്ര സമയത്തെ വിടവുണ്ട്? വാട്ട് ഗ്യാപ്പ്? ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടിന്റെ പാരമ്യവും ദൈവിക പദ്ധതിയിൽ നിന്ന് വീണുപോകുന്ന ആ ഒരു അവസ്ഥയും തമ്മിൽ എത്ര സമയത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായി? ചിലപ്പോൾ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം. എന്തിനാ ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത്? വീണുപോകാൻ ചാൻസസ് ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇത്രയധികം വെളിപ്പാടുകൾ പ്രാപിച്ച യോഹന്നാൻ
ഇത്രയധികം പ്രായമുള്ള മനുഷ്യൻ, 100 വയസ്സിനടുത്ത് യോഹന്നാനുണ്ട്. ഏകദേശമൊക്കെ യേശുക്രിസ്തുവിന്റെ പ്രായക്കാരനായിരുന്നു യോഹന്നാൻ എന്നാണ് കരുതുന്നത്. അല്പസ്വല്പം മാറ്റം കാണും. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഏകദേശമൊക്കെ യേശുവിന്റെ പ്രായം. അത് വെച്ച് 95-96 നടക്കുന്ന ഈ സംഭവമാണ്. അപ്പൊ ഏകദേശം 100 വയസ്സ്. അത്രയ്ക്ക് ആത്മീയ അനുഭവമുള്ള, ക്രിസ്തുവിനോട് ചേർന്ന് നടന്നിട്ടുള്ള, തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കണ്ട, സ്വർഗീയ ദർശനങ്ങൾ വേറെ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതുപോലെ പ്രാപിച്ച ഈ യോഹന്നാൻ, നിത്യതയുടെ ദർശനം ലഭിച്ച ഈ യോഹന്നാൻ, പക്ഷേ കണ്ടോ, ഒരു പ്രത്യേക നിമിഷത്തിൽ ദൂതന്റെ മുമ്പിൽ കുമ്പിട്ടു. സ്തോത്രം. ഇത് സാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ സൂക്ഷ്മത്തോടെ ചുവടുകൾ വെക്കണം. വളരെ സൂക്ഷ്മത്തോടെ. ആ ഒരു പാഠമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വീഴ്ച സംഭവിക്കാം, പാപം സംഭവിക്കാം. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? പാസ്റ്റർ, ഈ ചില സഭക്കാര് ഈ വിശുദ്ധന്മാരെയും അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ ആരാധിക്കുന്നത് ആക്ച്വലി പൈശാചികമല്ലയോ? തീർച്ചയായിട്ടും. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയ്ക്ക് ഏക യോഗ്യൻ ദൈവം മാത്രം. ആരാധനയ്ക്കുള്ള അടിസ്ഥാന യോഗ്യത ദൈവത്വം എന്നത് മാത്രമാണ്. Deity, divinity is the sole basis for worship. Not even miracles, not any other thing. ആരാധനയുടെ ഏറ്റവും അടിസ്ഥാന യോഗ്യത അഥവാ ഘടകം ദൈവത്വമാണ്. ദൈവത്വം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സൃഷ്ടിക്കും വേറെ ഒരു സൃഷ്ടിക്കും എന്നല്ല, ഒരു സൃഷ്ടിക്കും തന്നെ ദൈവത്വമില്ല. എത്ര വലിയ വിശുദ്ധന്മാരായാലും, എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തവരായാലും, ദൈവത്വം മാത്രമാണ് ആരാധനയ്ക്കുള്ള ഏക യോഗ്യത. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ അമ്മ മറിയയ്ക്ക് പോലും ആ ദൈവത്വമില്ല. അതുകൊണ്ട് മറിയ ഉൾപ്പെടെ ഉള്ള ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യരല്ല. മീഖായേൽ ഉൾപ്പെടെ, മീഖായേലാണല്ലോ പ്രധാന ദൂതൻ. നമ്മുടെ അറിവിൽ വേദപുസ്തകം അനുസരിച്ച് മീഖായേലിനേക്കാൾ വലിയ വേറൊരു ദൂതനില്ല. ബാക്കിയുള്ള ദൂതന്മാരൊക്കെ മീഖായേലിനേക്കാൾ താഴെയുള്ളവർ. അപ്പോൾ മീഖായേൽ ഉൾപ്പെടെയുള്ള പ്രധാന ദൂതൻ ഉൾപ്പെടെയുള്ള ഒരു ദൂതന്മാർക്കും ദൈവത്വമില്ല. അതുകൊണ്ട് അവരും ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ദൈവത്വത്തിന്റെ അടിസ്ഥാന യോഗ്യതകൾ വേറെയുണ്ട്. സർവവ്യാപിത്വം, സർവശക്തി, സർവജ്ഞാനം.
പാപരഹിത പരിശുദ്ധി, എന്നിങ്ങനെയുള്ള സ്വയം സ്ഥിതനായിരിക്കുന്ന അവസ്ഥ, സെൽഫ് എക്സിസ്റ്റൻസ്. അതിനെ സ്വയം ഭൂവെന്നൊന്നും പറഞ്ഞേക്കരുത്, നമ്മളതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ദൈവത്വത്തിന്റെ ഗുണമേന്മകളുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമ്മളൊറ്റ വാക്കിൽ അതിനെ സംക്ഷേപിച്ചത് ദൈവത്വം മാത്രമാണ് ആരാധനയ്ക്കുള്ള ഏക യോഗ്യത. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് മാത്രമേ ആ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് വേറെ ആരെയും കുമ്പിടരുത്, ആരാധിക്കരുത്. അത് പാപം, പാപം, പാപം. ഇപ്പം നമ്മളെ ഈ പഠിപ്പിച്ച ചില സാറന്മാരെയൊക്കെ ചെന്ന് കാലെ തൊട്ട് വണങ്ങുന്നതെല്ലാം സൈറ്റനിക്കൊരു ഇതല്ലേ പാസ്റ്റർ? പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതും കുമ്പിടുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില പാസ്റ്റർമാരുടെയൊക്കെ കാലിൽ ഇപ്പോൾ വീഴുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. അതൊക്കെ തികച്ചും പൈശാചികമാണ്. അത് തികച്ചും പൈശാചികം. കാല് കഴുകി സ്വീകരിക്കുന്നതോ? കാല് കഴുകുന്നത് വേറെ, കാല് കഴുകല് വേറെ. ഈ കൈമുത്തുന്നതും ആ സെയിം കാറ്റഗറി വരുന്നതല്ലയോ? ആണോ? കൈമുത്തും ആരാധനയുടെ ദിവ്യത്വം നൽകുന്നതിന്റെ ഭാഗമാണ്. സത്യത്തിൽ കൈയല്ല മുട്ടുന്നത്, അവരുടെ കയ്യിലിട്ടിരിക്കുന്ന ഒരു സ്ഥാന ചിഹ്നങ്ങളും ഒക്കെയുള്ള മോതിരവും വടിയും, അത് രണ്ടും അവരുടെ സ്ഥാനത്തിന്റെ ചിഹ്നമാണ്. വെറും കയ്യും അല്ല മുത്തുന്നത്. ഇപ്പം നമ്മളോട് സ്നേഹമുള്ള ചിലരൊക്കെ വന്നിട്ട് കൈപിടിച്ച് ചെയ്യാറുണ്ട്. അത് സ്നേഹത്തിന്റെ ഭാഗമായിട്ട്. ചില പ്രായമുള്ളവര് ഒക്കെ ഇപ്പോഴും നമ്മൾ പലരോടും ചെയ്തിട്ടുണ്ടാവാം. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ, ഈ പിള്ളേരെ, നമ്മൾ പ്രായമുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ താണ് വന്ന് കാലെ തൊട്ട് വന്നിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ബഹുമാനാർത്ഥം ചെയ്യുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് അല്ല ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. രണ്ട് തരത്തിൽ അത് ചെയ്യുന്നുണ്ട്. ഒന്ന് സംസ്കാരത്തിന്റെ, കൾച്ചറിന്റെ ഭാഗമായിട്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പൊ മുമ്പേ ഡോക്ടർ സാജു ചോദിച്ചത് അധ്യാപകരുടെയൊക്കെ കാൽ, അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്. മറ്റൊന്ന് ആരാധനയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത് പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പലരും വന്ന്, ഈവൻ നമ്മുടെയൊക്കെ പല സഭകളിലും അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അതരുതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പഴയ നിയമത്തിൽ അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രാജാക്കന്മാരെയോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരെ കുമ്പിടുന്ന, നമസ്കരിച്ചു, വണങ്ങി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും. അത് ഈ പറഞ്ഞതുപോലെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അത് ആരാധനയുടെ ഭാഗമായിരുന്നില്ല. മാതാപിതാക്കൾ, മുതിർന്നവർ, ഉന്നത സ്ഥാനീയർ, ഇവരുടെയൊക്കെ മുമ്പിൽ വണങ്ങുക എന്നത്
ബഹുമാനത്തിന്റെ, ആദരവിന്റെ ഭാഗമായിട്ട് പഴയ നിയമത്തിലും ചെയ്തിട്ടുണ്ട്, സംസ്കാരത്തിന്റെ ഭാഗമായി പലയിടത്തുമുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിലരും തല കുനിക്കാറുണ്ട്. അത് ആരാധനയുടെ ഭാഗമായിട്ടല്ല. പലരും നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പ്രൈസ് ലോഡ്, ഇപ്പൊ നാട്ടിലുണ്ട്, പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്ന സമയത്തും ഒന്ന് കുനിയാറുണ്ട്. ബൈബിളിലും നമ്മളത് കാണുന്നുണ്ട്. ചിലര് യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പലരും പറയുന്നത് മുമ്പിൽ നിൽക്കുന്നവരെ അല്ല അവർ വണങ്ങിയത്, നിലത്തോളം കുനിഞ്ഞ് നമസ്കരിച്ചു എന്ന് കാണുന്നത് അവർ ആ ഒരു പ്രത്യേക വിഷയത്തിൽ ദൈവത്തെ നമസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയല്ല അവർ ചെയ്തത്. എന്നാൽ അങ്ങനത്തെ ഒരു പ്രാക്ടീസ്, അങ്ങനെ ഒരു രീതി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇല്ല. പഴയ നിയമം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ഭൂമിശാസ്ത്രപരമായി ചില പ്രത്യേക സ്ഥലങ്ങളിൽ പരിമിതപ്പെട്ടു നിന്ന ചരിത്രമാണുള്ളത്. ആ ഭൂമിശാസ്ത്രപരമായ സംസ്കാരങ്ങൾ അവിടെ ആചരിക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ ഈ പറയപ്പെടുന്ന ഈ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലത്തിന് അതീതമായിട്ടാണ്. അങ്ങനെ പോയപ്പോൾ ഒരു ക്രൈസ്തവ സംസ്കാരമാണ് അപ്പോസ്തലന്മാർ അവിടെയെല്ലാം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ പൗലോസും ബർണബാസും ശുശ്രൂഷിക്കാൻ പോയി അത്ഭുതങ്ങളൊക്കെ നടന്നപ്പോൾ നാട്ടുകാർ അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ച് ഇവരെ രണ്ടുപേരെയും ദൈവങ്ങളാക്കിക്കൊണ്ട് യാഗമൊക്കെ കഴിക്കാൻ വന്നു. എന്നാൽ ഈ നാട്ടുനടപ്പല്ലേ, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവര് നെഞ്ചും വിരിച്ച് അവിടെ നിന്നില്ല. അവർ വസ്ത്രം വലിച്ചു കീറി ജനത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചതിന് പറഞ്ഞു, അരുതേ അരുതേ, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. അത് നമ്മൾ ഈ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പോകരുത്. ഉത്തരേന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ, ചില പ്രത്യേക ഗോത്രവർഗക്കാർക്കിടയിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒരു സംസ്കാരമാണ് വീട്ടിൽ വരുന്നവരെ കാലുകൾ കഴുകി സ്വീകരിക്കുക എന്നത്. അത് ഒരു വേദപുസ്തക സംസ്കാരമായിട്ട് നമുക്ക് കാണാം. അതും ആരാധനയുമായി ബന്ധമില്ല. ഇന്നത്തെ പോലെ വണ്ടിയിലല്ല നമ്മൾ സിറ്റിയിലൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ വാഹനത്തിലല്ല യാത്ര ചെയ്യുന്നത്. ഇപ്പം ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ചെല്ലുകയാണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ എത്ര വിലയേറിയ ഷൂസ് ഇട്ടുകൊണ്ട് പോയാലും നമ്മൾ വീടിന്റെ പുറത്ത് ഷൂസ് ഊരിയിടും. ഇനി പട്ടിയെ വല്ലതും കടിച്ചോണ്ട് പോകുമോ എന്ന് വിചാരിച്ച് പേടിയുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ പറയും, അവിടെ ഇടണ്ട, അകത്തിട്ടോളാം. നമ്മള് ഷൂസ് ഊരിയിട്ടിട്ടാ പോകുന്നത്. അതേസമയം നമ്മൾ ഷൂസ് ഉരുവിടാൻ കാരണം നമ്മൾ പലരും എത്ര വിലയേറിയ ഷൂസോ ചെരുപ്പോ ആയാലും നടന്നു പോകുമ്പോൾ ചെരുപ്പയിൽ അഴുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ വീടിന് പുറത്തോ അല്ലെങ്കിൽ ജസ്റ്റ് വാതിലിനകത്തോട്ടോ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തോട്ട് വരും. അതേസമയം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്ര വലിയ വീടായാലും, ഈവൻ സഭാ ഹാളുകളിൽ പോലും ഷൂസ് ഊരുന്ന ഒരു പ്രശ്നം ഇല്ല. കാരണം നമ്മുടെ കാലിനേക്കാൾ നല്ല വെടിപ്പുള്ളതാണ് അവരുടെ ഷൂസ്. കാരണം പുറത്തെങ്ങും അവരിതിട്ടുകൊണ്ട് നടക്കുന്നില്ല. നീ നടന്നാലും അവിടെ പൊടിയും കുപ്പലും ഒന്നുമില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല.
ഇതുപോലെ പണ്ട് ഈവൻ ഗ്രാമങ്ങളിലും ഇപ്പൊ ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടന്നായിരിക്കും ചെല്ലുന്നത്. ഇനി നടന്നല്ലെങ്കിലും ചില വണ്ടിയിലൊക്കെ, കാറുകളൊക്കെ ഇന്നും ഗ്രാമങ്ങളിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ബൈക്കൊക്കെ പോകുന്ന ഒറ്റയടി പാതകളോ ട്രാക്ടറൊക്കെ പോകുന്ന വഴികളോ ഉള്ളൂ. അതിലൊക്കെ ആയാലും ശരി, ദൂരയാത്ര ചെയ്ത് ചെല്ലുമ്പം കൈയും കാലും എല്ലാം എന്താ മുഖവും തലയും വരെ പൊടിയ. അങ്ങനെ വരുന്നവർക്ക് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയും കാലിലെ പൊടിയും അഴുക്കും കളയാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരുടെ കാല് കഴുകുക. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയായിരുന്നു. ചിലടത്താണെങ്കിൽ ഗ്രാമത്തിന്റെ തുടക്കത്തിൽ തന്നെ വന്ന്, ചിലരാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞ്, ഒരു ഗോത്രവർഗത്തിന്റെ സംസ്കാരം വിഷയം ഒന്ന് തന്നെയാണ്. ആരാധനയല്ല അവിടെ നടക്കുന്നത്. ഏത് പ്രായത്തിൽ ഉള്ളവരും വിരുന്നുകാരെ അങ്ങനെ കഴുകിയാണ് സ്വീകരിക്കുക. കഴിഞ്ഞ വർഷം ഞങ്ങള് ബീഹാറിലൊരിടത്ത് ചില ഗ്രാമങ്ങളിൽ പോയി. അവിടെയുള്ള ഗോത്രവർഗക്കാരുടെ ഒരു സംസ്കാരം, നമ്മൾ ചെന്നാൽ കൈയും കാലും അവർ കഴുകും, എന്നിട്ട് അവർ തുടയ്ക്കും, എന്നിട്ട് കയ്യേൽ അവര് കടുകെണ്ണ പുരട്ടിത്തരും. കയ്യേൽ അവരെ കടുകെണ്ണ പുരട്ടി തൂത്ത് തരും. നമ്മൾ പിന്നെ ശരിക്കും ഇത് തേച്ച് പിടിപ്പിക്കാം. അവര് ഒരു തുള്ളി, 1-2 തുള്ളി എടുത്ത് തൂത്ത് തരും. എന്നിട്ട് അവര് വണങ്ങുന്നത് ഇങ്ങനെ. എന്നിട്ട് കൈ മൂത്തവരാണെങ്കിൽ ഇങ്ങനെ, അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇളയവരാണെങ്കിൽ രണ്ടിനും 2 രീതിയാണ്. അപ്പൊ 2 കൂട്ടരെയും വന്ദനം ചെയ്യും, പ്രായത്തിൽ കൂടിയവരെയും കുറഞ്ഞവരെ. ഇതൊക്കെ അവരുടെ സംസ്കാരത്തിന്റെ ആരാധനയുടേതല്ല. അത് നമ്മൾ എന്തോ ഈ മാലയിട്ട് സ്വീകരിക്കുന്നതും അതിന്റെ ആ ഒരു, ചിലയിടത്ത് മാലയല്ല, 2 മാവലയായിരിക്കും ചരടയിൽ കെട്ടി. ആ മാലയിലോ ഇനി അതൊരു ബൊക്കയാ തരുന്നത്, ഒരു പൂവായിരിക്കും ചിലപ്പോ തരുന്നത്, ചിലപ്പം ഒരു മാവലയായിരിക്കും. ഇനി മാവില്ലാത്തിടത്ത് അവിടുത്തെ എന്താണോ കൂടുതലായിട്ടുള്ള വൃക്ഷം, അതിന്റെ ഒരു ഇലയായിരിക്കും അവർ പറിച്ചു തരുന്നത്. അതും ഈ ആരാധനയും കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമേ ഇല്ല. ആ മാല നമ്മളെ ഇടിയിച്ചത് കൊണ്ട് ചിലപ്പം ചിലയിടത്താണെങ്കിൽ പൂവിന്റെ ആയിരിക്കും, ചിലയിടത്ത് ഈ പറഞ്ഞ പോലെ വാഴയും ഇലയുടെ ആയിരിക്കും. അത് ഇട്ടത് കൊണ്ട് അത് പാപമോ നിത്യതയെ ബാധിക്കുന്നതോ അങ്ങനെയുള്ള സംഗതിയൊന്നുമല്ല. ചിലയിടത്താണെങ്കിൽ ചിലത് ചെറുവിടെ വല്ലതും കാശുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഷോളായിരിക്കും, ചിലയിടത്ത് ഷോളില്ല, ഒരു തോർത്തായിരിക്കും. തോർത്ത് നമ്മള് കുളിച്ചിട്ട് പഞ്ചാബിൽ കിട്ടിയത് തോർത്തായിരുന്നു. ചിലപ്പോ തോർത്തായിരിക്കും. ചിലരാണെങ്കിൽ ഇത് തന്നിട്ട് തിരിച്ചു മേടിച്ചു വെക്കും. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവര് വന്നിട്ട് നീ തരണേ, അടുത്ത ആൾക്ക് കൊടുക്കണം എന്ന് പറയും. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞാനിപ്പോ വന്നിടത്ത് പലയിടത്തും ചിലത്താണെങ്കിൽ ഇഷ്ടംപോലെ തോർത്തും ഷോളും കിട്ടും. ചില തോർത്തൊക്കെ ആണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി, അങ്ങ് വലഞ്ഞ് അങ്ങ് പോവും. പക്ഷെ അവരത് മേടിച്ച് തരുന്നു, വലിയ കാര്യമായിട്ട് അവർ തരുന്നു. ഈ ടവൽ, അതാണ് ഞാൻ പറഞ്ഞത്, ടവൽ എന്ന് തന്നെ തോർത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ നാഗപ്പൂരിൽ പോയപ്പം ഒരു പ്രാദേശിക സഭയാ, എന്നെ വിളിക്കാൻ ആള് വന്നു. ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ നിന്ന് നിൽക്കണമെന്ന് പറഞ്ഞു.
നോക്കുമ്പം വേറൊരാളൊരു കവറിനകത്ത് പൂവൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. സ്റ്റേഷനിൽ നിർത്തി ഇടിയിപ്പിച്ചു. എന്നിട്ട് ചിലര് കൊട്ടും വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. ചിലത് നമുക്ക് ഒറ്റയടിക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുക, സ്റ്റേഷനിൽ വന്നിരിക്കുക ഇവരെല്ലാരും കൂടെ, ഒരുപാട് നടക്കത്തില്ല, നിങ്ങൾ പോന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നത് മാന്യതയല്ല. കാരണം വേദവിരുദ്ധത അതിനകത്തില്ലെങ്കിൽ നമുക്ക് ആ അളവ് വരെ അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കാര്യങ്ങളിലേക്ക് വരുത്താൻ പറ്റും. ആ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുക: സംസ്കാരത്തിന്റെ ഭാഗവും മതത്തിന്റെ ആരാധനയുടെ ഭാഗവും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ അടുത്ത് ആൾക്കാരെ കൊണ്ടുവരാറില്ലേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറില്ലേ? ഇത് ചില സംസ്കാരങ്ങളിൽ മൂത്തവര് ഇളയവരെ അനുഗ്രഹിക്കുക എന്നൊരു ഭാഗമായിട്ട് വരാറുണ്ട്. ഇവ തമ്മിൽ തിരിച്ചറിയുകയും ആരാധനയ്ക്ക് ഏക യോഗ്യത ദൈവത്വം മാത്രമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ നമ്മൾ ഒരുമ്പെടുകയും ചെയ്യുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള ഒരു പ്രയോഗം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് നമ്മള് മത്തായി 5-ാം അധ്യായത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ്, അഷ്ടഭാഗ്യ വർണ്ണനകൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഭാഗ്യവാൻ എന്ന പ്രയോഗത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ ബ്ലെസ്ഡ് എന്നാണല്ലോ. മറിയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എലിസബത്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന വാഴ്ത്തും. വാഴ്ത്തുക എന്ന പ്രയോഗം മാർക്കേറിയോസ്. അതുപോലെ തന്നെ എഫേസ്യർ 1:3 പിതാവായ ദൈവത്തെ വാഴ്ത്തുന്നു. രണ്ടിടത്തും മലയാളത്തിൽ വാഴ്ത്തുക എന്നാണ്. എന്നാൽ രണ്ട് വാഴ്ത്തലുകൾക്കും കൊടുത്തിരിക്കുന്ന മൂലപദങ്ങൾ വ്യത്യസ്തമാണ്. മറിയ പറയുന്നത് എന്നെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നുള്ളത് ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ സന്തോഷവതി എന്ന് ആൾക്കാർ എന്നെ കുറിച്ച് പറയുമെന്ന്. അതേസമയം എഫേസ്യർ 1:3 ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളതിന് യൂലോജിയ എന്ന പദമാണ്. അവിടെ പറയുന്നത് പ്രൈസ്, എക്സോൾട്ട്, ഉയർത്തുക എന്നാണ്. കഴിഞ്ഞ ഒരു തിരുവത്താഴ സമയത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ സഭയില് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പമെടുത്ത് വാഴ്ത്തി. യേശു അപ്പമെടുത്ത് വാഴ്ത്തി, അപ്പത്തെ വാഴ്ത്തി നുറുക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തെറ്റായ പ്രയോഗമാണ്. അപ്പത്തെ വാഴ്ത്തി നുറുക്കിയില്ല, അപ്പത്തെ അല്ല വാഴ്ത്തിയത്. അപ്പം എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുവെന്ന്. ആ ദൈവത്തിന് സ്തോത്രം ചെയ്തതിനെയാണ് ചില ഭാഗത്ത് വാഴ്ത്തുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ് അപ്പത്തെ വാഴ്ത്തി എന്നാക്കി. അപ്പത്തെ അല്ല വാഴ്ത്തിയത്. പറച്ചിലിൽ പോലും ആ തെറ്റ് സംഭവിക്കരുത്. അപ്പം ഇതാണ് ഈ ഭാഗത്തെ അർത്ഥം. ഇനി അവിടെ നമുക്കൊരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട്. അത് നമുക്ക് നാളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് 11 മുതൽ 16 വരെയുള്ള വേദഭാഗത്തേക്ക് നമുക്ക് നാളെ തന്നെ പ്രവേശിക്കാമെന്ന് കരുതുന്നു.
ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമാണോ? ഈ സമുദായത്തിലെന്ന് പറഞ്ഞാൽ സഭ ഈ CSI അങ്ങനെയുള്ളിടത്ത് മകളുടെ വിവാഹത്തിന് ചെല്ലുമ്പോൾ മൂത്ത അമ്മാച്ചന് വെറ്റിലയും പാക്കും ഒക്കെ കൊടുക്കുന്ന ശീലിയുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും തെറ്റായ കാര്യമാണ്. ദക്ഷിണ പ്രത്യേകമായിട്ട് കൊടുക്കുക വിളിച്ചു. പറയുന്നത്, ദക്ഷിണ കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. അതെല്ലാം വിഗ്രഹാരാധനയും പരദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വെറ്റിലയും പാക്കും നാരങ്ങായും ഒക്കെ കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് ഈയിടെ എനിക്കൊന്ന് കിട്ടി. അല്ല, ഈയിടെ എനിക്കൊന്ന് കിട്ടി. ഞങ്ങളെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും നമ്മൾ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. അതേസമയം പിന്നെ യാത്ര ചോദിക്കുക എന്നൊരു പരിപാടി പൊതുവേ ഉണ്ട്. കാരണം പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതായതുകൊണ്ട് അവരുടെ കുടുംബക്കാരുമായിട്ടൊക്കെ ഇനിയും പോവുകയാണല്ലോ എന്നുള്ള നിലയിൽ അവരോട് പോയി, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വരികയും യാത്ര പറയുകയും അവര് മുതിർന്നവരായതുകൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പം വേദപുസ്തകത്തിൽ അതിന് നമുക്ക് തെളിവുകളുണ്ട്. ഇപ്പം റിബേക്ക തന്നെ പോകുന്ന സമയത്ത് റിബേക്കയുടെ അപ്പനും അമ്മയും ആങ്ങളെയൊക്കെ കൂടെ അവളെ അനുഗ്രഹിച്ച് അയച്ച കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതുപോലെ ചിലരെ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. പക്ഷെങ്കിൽ കുടുംബത്തിലെ പ്രധാനികൾ എന്ന നിലയിൽ, പ്രായമുള്ളവരെന്ന നിലയിൽ അവരെങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ വിലക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തത്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അപ്പനോ അമ്മയാരിലൊക്കെ ഉമ്മ കൊടുത്തേക്കാം, ചുംബിച്ച് കുഞ്ഞുങ്ങളെ വിവാഹത്തിന് വേണ്ടി വിടും. ചിലപ്പോൾ കുടുംബത്തിലെ മുതിർന്നവർ അവരുടെ ബന്ധമനുസരിച്ച് ചുംബിക്കുകയോ, ചിലരാണെങ്കിൽ പഴയ രീതി അനുസരിച്ച് തലയിൽ കൈയെന്ന് വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ചെയ്തോട്ടെ. പക്ഷെ ഈ ദക്ഷിണ കൊടുപ്പ് പരിപാടിയൊക്കെ മുഹൂർത്തവും അതും ഇതൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മള് വെറ്റില മുറുക്കാത്തവരും ഒക്കെ ആയതുകൊണ്ട് വെറ്റിലയും പാക്കും ഈ ഒരു പരിപാടികളൊന്നും അതിനകത്ത് ബാധകമേ അല്ല. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ മറിയയുടെ വിഷയത്തിൽ ഭാഗ്യവതി എന്ന് വാഴ്ത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാണെന്നാ പറഞ്ഞേ? ഏതർത്ഥത്തിലാണ് അത് വാഴ്ത്തു എന്ന് പറഞ്ഞത്? അഷ്ടഭാഗ്യവർണ്ണനയിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളയാൾ. അപ്പോൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയാണ് ഞാനെന്ന് ആൾക്കാർ എന്നെ കുറിച്ച് പറയുന്നു. അത് ആരാധനയുമായി ബന്ധപ്പെട്ടതല്ല, മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറയുന്ന. അതെ, മാർക്കറിയോസ്. എന്നാൽ യേശുക്രിസ്തു അതുപോലും ഖണ്ഡിച്ചു. കർത്താവിന്റെ ശുശ്രൂഷയും പ്രസംഗവും ഒക്കെ കേട്ടിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ നിന്നെ ചുമന്ന വയറ്, ഉദരം, നീ കുടിച്ച മുല എന്ന് വെച്ചാൽ നിന്റെ അമ്മ എത്ര ഭാഗ്യവതിയാ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, അല്ലല്ലല്ല, എന്റെ പിതാവിന്റെ വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പൊ മറിയ പറഞ്ഞതിനെ പോലും ക്രിസ്തു ഖണ്ഡിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിന് ജന്മം കൊടുത്തയാളെന്ന നിലയിൽ മറിയ ഭാഗ്യവതിയാണ്. നമ്മളും അത് പറയുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന നിലയിലാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവവചനം അനുസരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കാൻ ഏതായാലും ഒരു സ്ത്രീക്ക് മാത്രമേ അവസരമുള്ളൂ. അത് കിട്ടിയത് മറിയയ്ക്കാണ്. യേശുവിന്റെ അമ്മയാകാൻ ഒറ്റ ഒരാൾക്ക് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. ആ ഭാഗ്യം നിങ്ങൾ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങന്മാരോ ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കും ലഭ്യമല്ല. കാരണം യേശു ക്രിസ്തു ജനിച്ച്
ഇത്രയും വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചത്. പക്ഷേ ആ ഒറ്റ സ്ത്രീക്ക് മാത്രം കിട്ടിയ ആ മഹാഭാഗ്യത്തെക്കാൾ അധികം നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നു യേശുവിനെ സ്വീകരിക്കാനും ദൈവകൽപ്പനകൾ അനുസരിക്കാനും. അതുകൊണ്ട് യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞു, നാം ആണ് മറിയേക്കാൾ ഭാഗ്യവാൻ. സ്തോത്രം. എങ്കിൽ ശരി, നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തെ മാത്രം ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.